ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഏറെ കൊഴിഞ്ഞുപോയെങ്കിലും അവരുടെ സൗഹൃദത്തിന് ഇന്നും ഒരു മങ്ങലേറ്റിട്ടില്ല. ചന്തുവിൻ്റെ മടങ്ങിവരവ് അരവിന്ദനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. എന്തായാലും ജോയിയുടെയും ചന്തുവിൻ്റെയും സ്നേഹവും സൗഹൃദവും അതുപോലെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് തന്നെ അരവിന്ദൻ പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് പഴയതിലും ഊർജ്ജസ്വലനായി തന്നെ തിരികെ എത്തി. ചന്തുവും പത്മിനിയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. ചന്തു വിനോദ് പത്മിനിക്കും ഇന്ന് പരസ്പരം ഒരു വിദ്വേഷമോ പകയോ മനസ്സിലില്ല. മറിച്ച് ചന്തു ഇന്ന് സഹോദരതുല്യനാണ് പത്മിനിക്ക്. അരവിന്ദനൊന്ന് ഓക്കെ ആയതും പത്മിനി ആദ്യം മുന്നോട്ട് വെച്ച ആവശ്യം ചന്തുവിൻ്റെയും ഉമയുടെയും വിവാഹമായിരുന്നു. പത്മിനി തന്നെ ആദ്യം ഈ വിഷയം അവതരിപ്പിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അരവിന്ദനായിരുന്നു. പിന്നീട് അങ്ങോട്ട് കല്യാണമേളമായിരുന്നു. തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് ചന്തുവിൻ്റെയും ഉമയുടെയും വിവാഹം നടന്നു. പിന്നീട് അതിഗംഭീര വിരുന്നു. ഇതിനിടയിൽ താൻ കാരണമാണ് മുന്നേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് വല്യമ്മ ചന്തുവിനോടും അരവിന്ദനോടും മാപ്പൊക്കെ ചോദിച്ചിരുന്നു. അരവിന്ദൻ ഒന്നും തന്നെ തിരിച്ചറിയാത്ത അവസ്ഥയിലും തിരികെ മടങ്ങി വരാത്ത ചന്തുവും അതുകൊണ്ട് തന്നെ ജോയി തൻ്റെ ജീവിതത്തെപ്പറ്റിയും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ജോയിയുടെയും ചന്തുവിൻ്റെയും വിവാഹം ഒന്നിച്ച് നടത്തണമെന്നതായിരുന്നു അരവിന്ദൻ്റെ ആഗ്രഹം. പക്ഷേ ജോയി അതിനെ എതിർത്തു. ആദ്യം ചന്തുവിൻ്റെ നടക്കട്ടെ എന്ന ജോയിയുടെ നിർബന്ധത്തിന് അവർ വഴങ്ങുകയും ചെയ്തു. അങ്ങനെ ചന്തുവിൻ്റെയും ഉമയുടെയും വിവാഹം ആദ്യം നടന്നു. പിന്നീട് ഉമയുടെയും പത്മിനിയുടെ ഉത്തരവാദിത്തമായിരുന്നു ജോയിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തുക എന്നത്. പണ്ട് ചെമ്പകത്തെ ജോയി കുറേ സ്വപ്നം കണ്ടെങ്കിലും ചെമ്പകം ഇന്ന് വിവാഹം കഴിച്ച് 4-5 കുട്ടികളുണ്ട്. ചെമ്പകം തൻ്റെ മുറച്ചെറുക്കനെ തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ പെണ്ണിനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ജോയി തന്നെ പത്മിനിക്കും ഉമയ്ക്കും വിട്ടുകൊടുത്തു. അങ്ങനെ പത്മിനിയും ഉമയും ചേർന്ന് ജോയിക്ക് ഒരു പെണ്ണിനെ കണ്ടെത്തി. അതായിരുന്നു മെർലിൻ. മെർലിനെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ ജോയി മൂക്കും കുത്തി വീണിരുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു അവരുടെ വിവാഹവും. പള്ളിയിൽ വെച്ച് അവരുടെ രീതിയിൽ തന്നെ മെർലിൻ്റെയും ജോയിയുടെയും വിവാഹവും കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കുടുംബങ്ങളായി. വർഷങ്ങൾ പിന്നീട് മുന്നോട്ട് പോകവേ പലരെയും വിട്ടുപിരിഞ്ഞു പോയി. ഇപ്പോൾ വീണ്ടും ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പത്മിനിയുടെ അച്ഛൻ, അരവിന്ദൻ്റെ വല്യച്ഛൻ, വല്യമ്മ, അങ്ങനെ എല്ലാവരും മരണപ്പെട്ടു. അച്ഛനും അമ്മയും ഇന്നും തറവാട്ടിലുണ്ട്. തറവാട് ഉമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ചന്തുവും ഉമയും അമ്മയും അച്ഛനുമൊക്കെ ഇന്നും തറവാട്ടിലുണ്ട്. അരവിന്ദനും പത്മിനിയും ചന്തുമോനും പോണ്ടിച്ചേരിയിലാണ്. കൊട്ടാരവും മറ്റ് കാര്യങ്ങളുമൊക്കെ അരവിന്ദനായിരുന്നു നോക്കി വന്നിരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പപ്പിയുടെ അച്ഛൻ അരവിന്ദനെ ഏൽപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അരവിന്ദനേക്കാൾ കൂടുതൽ അതൊക്കെ നോക്കി നടത്തുന്നത് അവരുടെ മകൻ ചന്തുവാണ്. ചന്തു ഇന്ന് വളർന്നു വലുതായി വലിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. അച്ഛൻ്റെ അതേ സ്വഭാവമൊന്നും അല്ല കേട്ടോ. ചന്തു അല്പം ഗൗരവക്കാരനാണ്. ചന്തുവിനും ഉമയ്ക്കും ഒരു മോളാണ്. അസല് കുറുമ്പി തന്നെയാണ്. അവളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അരവിന്ദൻ്റെ മകൻ ചന്തു തന്നെയാണ്. അവനെ എപ്പോഴും പുറകെ നടന്ന് ശല്യം ചെയ്യലാണ് അവളുടെ ഇപ്പോഴത്തെ പണി. അവളുടെ കുട്ടികളെയൊക്കെ കഴിഞ്ഞിട്ട് ഇരുവരെയും പിടിച്ച് കെട്ടിക്കാൻ തന്നെയാണ് തീരുമാനം. അവനും അവളെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ജോയിക്കും മെർലിനും ഒരു മോനാണ്. അവനാണ് കൂട്ടത്തിൽ ഏറ്റവും ഇളയത്. ലാസ്റ്റിളയപ്പൻ ഇപ്പം നാട്ടിലാണ്. ഭാര്യയുമായിട്ട് ചെറിയ സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയായിട്ട് ഒരു അപകടം പറ്റിയപ്പം മോൻ ചെന്ന് നിർബന്ധിച്ച് ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ പിണക്കമൊക്കെ മാറി ഭാര്യയും മോനും മരുമോളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുന്നു.